എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അജയ് ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി അത് തീർപ്പാക്കണം എന്ന് പറഞ്ഞ് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളിൻ്റെ കയ്യിലോട്ട് ഫയൽ കൊടുക്കും. അന്നേരം അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ആഞ്ഞിലിയുടെ തർക്കമാണ്, അതെങ്ങനെ പരിഹരിക്കുമെന്നോർത്ത് അങ്ങനെ ആകെ ടെൻഷനിലാണേ. അത് അജയോട് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലല്ലേ, നിങ്ങൾ വിചാരിച്ചാൽ ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ അതുമായിട്ട് നേരെ ഭൂമിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ഭൂമിയോട് പറയുവാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. അന്നേരം ഭൂമി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ്, അതെ അതിർത്തി നിൽക്കുന്നതല്ലേ, വിറ്റിട്ട് രണ്ടുപേർക്കും സമാസമം പൈസ കൊടുത്താൽ മതിയെന്ന്. അന്നേരം അങ്ങനെ പറയും, അതിന് രണ്ടുപേരും സമ്മതിക്കുന്നില്ല എന്ന്. അന്നേരം ഭൂമി പറയുക, എങ്കിലൊരു കാര്യം ചെയ്യ്, അടുത്തുള്ള വീട്ടുകാരെ കൊണ്ട്, ഇവർ രണ്ടും അല്ലാതെ വേറെ ആൾക്കാരും അടുത്തുണ്ടല്ലോ, അവരെ കൊണ്ട് പഞ്ചായത്തിൽ കേസ് കൊടുപ്പിക്കുക, ഈ മരം മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന് അപകടമാണ് എന്ന് പറഞ്ഞ്. അന്നേരം പഞ്ചായത്തുകാർ തന്നെ അത് വിറ്റോളും, എന്നിട്ട് വേണമെങ്കിൽ രണ്ടുപേർക്കും പൈസ കൊടുത്തോളും എന്ന് പറയുമ്പം അതൊരു കടുങ്കൈ അല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങേര്. അന്നേരം ഭൂമി പറയുന്നുണ്ട്, ഇങ്ങനെ പഞ്ചായത്തിൽ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് ചുമ്മാ നുണ പറഞ്ഞാൽ മതിയെന്നേ, അവർ വിശ്വസിച്ചോളും, അപ്പം അവർ തന്നെ അതിനൊരു പരിഹാരം കണ്ടോളും എന്ന് പറയുന്നു. അന്നേരം അങ്ങേര് രക്ഷപ്പെട്ടല്ലോ എന്നോർത്തങ്ങ് പോവാണ്. പിന്നെ ഈ സമയം ഭൂമിയുടെ വണ്ടി കേടായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്ന് സംസാരിച്ചത്. അങ്ങേര് പോയി കഴിയുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അജയ് ഇറങ്ങി വരും. അന്നേരം അജയ് ചോദിക്കും, 11 മണിയായല്ലോ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നിങ്ങളുടെയൊക്കെ ജീവിതം പോലെയാണോ, നമ്മളുടെ ജീവിതം ദാരിദ്ര്യമല്ലേ, 11 മണി വരെ ഇരുന്നാലേ ഇനി കാര്യങ്ങൾ നേരെ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയും. ആ മറുപടി കേട്ട് കഴിയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഒരു ചെറു പുഞ്ചിരിയുടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങുവാണ് അജയ്. അന്നേരം ഭൂമി, അതെ എൻ്റെ വണ്ടി കേടായി, അത് സ്റ്റാർട്ടാകുന്നില്ല, അവസാനത്തെ ബസ്സും പോയി, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, കയറ് ഞാൻ കൊണ്ടേ ആക്കാം എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരുടെ ബൈക്കിനങ്ങ് പോവാട്ടോ, ബുള്ളറ്റിനങ്ങ് പോകുന്നു. അന്നേരം വഴിയിൽ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഭൂമി പറയും, ഞാൻ ആദ്യം കരുതിയത് ഒരു മോശടനാണ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരു നല്ല മനസ്സ് സാറിനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുമ്പം അജയ് വണ്ടി നിർത്തും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും. എന്നിട്ട് ചോദിക്കും, എൻ്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചായിരുന്നോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ വഴി ഇറക്കി വിട്ടിട്ട് പോവാണേ. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് ഭൂമി. അങ്ങോട്ട് പോയ അജയ് നേരെ വണ്ടി തിരിച്ചെടുത്ത് പിന്നെയും വരും. എന്നിട്ട് വണ്ടി കയറാൻ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം നോക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലും എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ്, ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെയും വണ്ടി കയറ്റിയിരുത്തി കൊണ്ടുപോവാണേ. എന്നിട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പം അജയ് ചോദിക്കും, എൻ്റെ വണ്ടി ഷർട്ടിൻ്റെ അകത്തേക്ക് എന്തോ ജീവി കയറിയതുപോലെ തോന്നുന്നു, താനൊന്ന് നോക്കിയെന്ന്. അന്നേരം ആദ്യം നോക്കത്തില്ല എന്നൊക്കെ പറയും ഭൂമി. അന്നേരം ഒന്ന് നോക്കടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഷർട്ടിൻ്റെ കോളർ മാറ്റിയിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ അഞ്ജന നിൽക്കുന്ന കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇവരിങ്ങ് പാസ് ചെയ്ത് പോകുന്നത്. അന്നേരം അഞ്ജന ഇത് കാണും. അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഭൂമി ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന കണ്ടോണ്ടേ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക എന്നൊക്കെ തോന്നും. ഏതായാലും അത് കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അഞ്ജനയ്ക്ക്. അതുപോലെ ഈ സമയം അത്രയും ഭൂമിയെ കാണാത്തതുകൊണ്ട് ഭൂമിയുടെ അച്ഛനും അമ്മയും അച്യുതനും അമ്പയും ആകെ ടെൻഷനിൽ മുറ്റത്തിറങ്ങി നിൽക്കുമായിരുന്നു. അന്നേരം ഇവരങ്ങ് ചെല്ലുന്നത്. അന്നേരം അവർക്കൊരു ആശ്വാസവും പിന്നെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം അജയ് പോകാൻ തുടങ്ങുമ്പം അച്യുതൻ ചോദിക്കുന്നുണ്ട്, കാണാനില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അടിച്ചില്ലായിരുന്നോ, കാണാതായവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ, എന്തെങ്കിലും മാർഗമുണ്ടോ കണ്ടെത്താൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, രണ്ടുപേരെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നു, ഉടനെ തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും പിന്നെയും ടെൻഷനാകും അച്യുതന്. ഏതായാലും അജയ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നല്ല വിശപ്പുണ്ടമ്മ, എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് ഭൂമി അകത്തേക്ക് പോകും. ആകെ ടെൻഷനിൽ നിൽക്കുവാണ് അച്യുതൻ. അന്നേരം അച്ചുവേട്ട ഇങ്ങനെ സങ്കടപ്പെടാതെ വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അംബികയും അകത്തേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് വീട്ടിലോട്ട് ചെല്ലുമ്പം സിറ്റ് ഔട്ടിൽ തന്നെ ദേഷ്യപ്പെട്ട് നിൽപ്പുണ്ട് അഞ്ജന. അജയ് കയറി ചെല്ലുന്നത്, നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കും. അന്നേരം എൻ്റെ വേഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് തിരിച്ചു ചോദിക്കും അജയ്. അന്നേരം അഞ്ജന പറയുവാണ്, നീ ഇന്ന് ഒരു പെണ്ണിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു എന്ന്. കണ്ടോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പം, ആ പെണ്ണ് ആ ചായക്കടക്കാരി ഭൂമിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം അതെ എന്ന് പറയും. അവൾ നിന്നെ ഉമ്മ വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അവൾ എന്നെ ഉമ്മ വെച്ചതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുവാണ്. അന്നേരം എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുവാണ് അഞ്ജന. അന്നേരം അജയ് പറയുന്നുണ്ട്, എനിക്ക് ഭൂമിയെ ഇഷ്ടമാണ്, അവളെ കണ്ട ആർക്കാ ഇഷ്ടം തോന്നാത്തെ, നല്ല സ്മാർട്ടായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല സത്യസന്ധതയുള്ള പെൺകുട്ടിയാണ്, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു, അവളത് സമ്മതിക്കുകയും ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഭൂമിയെ എന്ന് പറയുമ്പം, അപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. അപ്പം നീ എന്നെ വിവാഹം കഴിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത്. നല്ല ദേഷ്യം വരുന്നുണ്ട് അഞ്ജനയ്ക്ക്. പിന്നെയും ഇതിനിടയ്ക്ക് അച്യുതനെ കാണിക്കുന്നുണ്ട്. അച്യുതനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പുറത്ത് വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അന്നേരവും ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അംബിക. അതുപോലെ ഭൂമിയുടെ അച്ഛൻ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പം, ഏതായാലും ഞാൻ സംശയിക്കുന്ന ആളോട് എനിക്കൊന്ന് സംസാരിക്കണം, എന്നിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാം എന്ന് പറയുക.
അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും അകത്തുനിന്ന് ഭൂമി ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഉറങ്ങുമൊന്നും വേണ്ടേ? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടുപേരും എന്നിൽ നിന്ന് എന്തോ ഒരു രഹസ്യം ഒളിക്കുന്നുണ്ട്. ഞാൻ ആ രഹസ്യം കണ്ടുപിടിക്കുന്ന അന്ന് നിങ്ങൾ തമ്മിലുള്ള എൻ്റെ എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ആകെ ടെൻഷനാണ്. ഇങ്ങനെ കണ്ണും മിഴിച്ച് നിൽക്കുക. എന്നിട്ട് ഭൂമി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ, എൻ്റെ പൊന്നോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ എന്ത് രഹസ്യം വേണമെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കയറി വാ, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ചെറിയൊരു ആശ്വാസം. അതൊക്കെ കേൾക്കുമ്പോൾ അച്യുതനും അകത്തേക്ക് പോവേ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇവരുടെ കല്യാണ നിശ്ചയത്തിനുള്ള കാർഡ് സെലക്ട് ചെയ്യുവാണ്, കല്യാണത്തിനുള്ള കാർഡ് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ കുറേയൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് അങ്ങ് ഇഷ്ടപ്പെടാതെ വീണ്ടും അവിടെ ഇരിക്കുന്ന മാധവനോട് പറയുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിച്ചാലോ? അതുപോലെ നമ്മൾ ഈ വരയ്ക്കുന്ന ഇത് കാർഡിൽ നമ്മുടെ കുടുംബത്തിൻ്റേതായ ഒരു അടയാളവും വേണം എന്ന് പറയുമ്പോൾ അതെന്ത് അടയാളമാണ് എന്ന് ചോദിക്കും. മാധവൻ അറിയില്ല. അന്നേരം, നിനക്ക് ഇത്രയും കാലമായിട്ട് അറിയത്തില്ലേ, എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ഭവാനി എന്ന് പറയുവാണ്. അന്നേരം ഭവാനി പറയുവാണ്, അഭിരാമിക്കും അഞ്ജനയ്ക്കും അനുപമയ്ക്കും ഇവരൊരു മാല കൊടുത്തിട്ടുണ്ട്. ആ മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ട്, അതാണ് ഇവരുടെ കുടുംബത്തിൻ്റെ അടയാളം എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് അജയ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം അഞ്ജന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ പറഞ്ഞതെല്ലാം സത്യമായിട്ട് ഉള്ള കാര്യമാണോ, അതോ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം, അല്ല, എനിക്ക് ഭൂമിയെ ഇഷ്ടമാണ് എന്ന് പറയും. അപ്പം എന്നെ നീ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചതാണോ എന്ന് ചോദിക്കുമ്പം, അതെ, ഉറപ്പായിട്ടും നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇനിയിപ്പം വിവാഹം കഴിഞ്ഞാൽ തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള പെൺകുട്ടികളുടെ എല്ലാം കൂടെ പോകും, അത് എന്നെ തടയാൻ വന്നേക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും അഞ്ജന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, നമുക്കിത് ബ്രേക്കപ്പ് ചെയ്യാം എന്ന്. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കും. എന്നിട്ട് വിവാഹ നിശ്ചയം നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ താഴെ നടക്കുന്നുണ്ട്, അവരോട് പോയി കാര്യങ്ങൾ പറയാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അഞ്ജനയും കൂട്ടി താഴോട്ട് ഇറങ്ങി വരുവാണ് അജയ്. ഈ സമയം താഴെ കല്യാണക്കുറികളുടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണേ. അന്നേരം അങ്ങോട്ടേക്ക് അഞ്ജന വരും. എന്നിട്ട്, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് എല്ലാവരോടുമായിട്ട്, നിശ്ചയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം എന്നൊക്കെ പറയുന്നതെങ്കിലും അവരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണേ, എന്നാ പറയുന്നേ എന്നോർത്ത്. പേടിയോടെ ഭവാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നതാ പറയാനുള്ളത് എന്ന്. അന്നേരം, അതെ, എനിക്ക് നിശ്ചയത്തിന് സാരി ഉടുക്കാൻ പറ്റിയല്ല കേട്ടോ, എന്നോട് അജയ് പറഞ്ഞ് സാരി ഉടുക്കണമെന്ന്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നെങ്കിൽ എല്ലാവരും അങ്ങ് ചിരിക്കും. അന്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അജയ്ക്ക് എന്നതാണോ ഇഷ്ടം അത് നീ ചെയ്താൽ മതി, അവൻ്റെ ഇഷ്ടത്തിനാണ് നീ നടക്കേണ്ടത് എന്ന് പറയുന്നു. അന്നേരം, അതല്ല മുത്തശ്ശി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അജയ് ചാടി എഴുന്നേക്കുന്നതേക്കും, അതൊന്നുമല്ല, അജയ് ഇങ്ങ് വന്നേ, അജയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് അജയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു അഞ്ജന. എന്നിട്ട് അജയോട് പറയുവാണ്, നീ എന്താ എന്നെപ്പറ്റി കരുതിയത്? ഡൽഹിയിൽ എല്ലാ കളികളും കളിച്ച് തെളിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. അതിനുശേഷം നിന്നെ ഞാൻ കുറേ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ ഒരു കുറ്റി അടിച്ച് അത് കെട്ടി അതിന് ചുറ്റും നിന്നെ ഞാൻ നടത്തിക്കും എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന അജിയെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സത്യനെ കാണിക്കുന്നു. സത്യനാണെങ്കിൽ മോളുടെ ഫോട്ടോയൊക്കെ നോക്കി ആകെ വിഷമിച്ച് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന അച്യുതനെയും കാണിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു. പിന്നെ നാളത്തെ പ്രൊമോയിൽ അച്യുതൻ സത്യനോട് ചോദിക്കുന്നുണ്ട്, ഇനി മകളെ തിരിച്ച് കിട്ടിയാൽ തന്നെ അവളെ ഇത്ര കാലം വളർത്തിയ ഒരു അച്ഛനും അമ്മയും കാണുമല്ലോ, അവരോടുള്ള മനോഭാവം എന്തായിരിക്കുമെന്ന്. അപ്പോൾ സത്യം പറയുവാണ്, അവരുടെ ഓർമ്മ പോലും ഞാൻ എൻ്റെ മകളിൽ നിന്ന് പറിച്ചു കളയും, അത്രത്തോളം സ്വാർത്ഥനാണ് ഞാൻ, എൻ്റെ മകളെ എനിക്ക് തന്നെയായിട്ട് വേണമെന്ന്. അതൊക്കെ കേട്ട് ആകെ ടെൻഷനോടെ പുറത്തേക്ക് പോയി തളർന്നിരിക്കുന്ന അച്യുതനെ കാണിക്കുന്നുണ്ട്. അതുപോലെ അജയ് അഞ്ജനയോട് പറയുവാണ്, വിവാഹം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ നിശ്ചയത്തിന് ഞാൻ ഭൂമിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിശ്ചയത്തിന് അവൾ വന്നു കഴിയുമ്പം മുത്തശ്ശിയുടെ അനുവാദത്തോടെ അവളുടെ കയ്യിൽ ഞാൻ വിവാഹമോതിരം അണിയിക്കും എന്നൊക്കെ പറഞ്ഞ് അഞ്ജനെ വട്ട് തട്ടുന്നതും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.